നടിയും സംവിധായകയുമായ ശ്രീമതി രേവതി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി രേവതി, നോക്കൂ, ഈ റിപ്പോർട്ട് അത് വായിക്കുമ്പോൾ അതിൽ ഓരോ ഖണ്ഡികയും ഓരോ പാരഗ്രാഫും വായിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നു നമ്മുടെ സിനിമാ മേഖലയിൽ, മലയാള സിനിമാ മേഖലയിൽ എന്നുള്ളത് അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. അതായത് രണ്ട് വാക്കുകളാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകണം. അണ്ടർലൈൻ ചെയ്ത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കോംപ്രമൈസ്. ഒരു തൊഴിലാണ് അടിസ്ഥാനപരമായി. ആ തൊഴിൽ ചെയ്യാൻ വരുന്ന സ്ത്രീകൾ നേരിടുന്ന ചൂഷണം എന്താണ് താങ്കൾക്ക് ഈ റിപ്പോർട്ട് പറ്റി പറയാനുള്ളത്? എനിക്ക് ഈ സമയത്ത് ഐ എം വെരി ഹാപ്പി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഈ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ഇത് പുറത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബട്ട് ഇനിയാണ് നമ്മുടെ ജോലി. WCCയിലുള്ള എല്ലാ മെമ്പേഴ്സ് വി ആർ വെയിറ്റിംഗ് ടു സീ ദ റിപ്പോർട്ട്. അതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം പലരും പേര് വിവരങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ പലർക്കും ഭയമാണ്. ഭയമെന്ന് പറഞ്ഞാൽ ഇരയ്ക്കൊപ്പം നിന്നാൽ പോലും പേടിയാണ്, അവസരം നിഷേധിക്കപ്പെടുമോ എന്ന്. ജീവൽ ഭയമുണ്ട് പോലീസിലേക്ക് പോകാൻ. ഇത്രത്തോളം മലീമസമാണോ നമ്മുടെ ഇൻഡസ്ട്രി? ഇത് അറിയുന്നത് കൊണ്ടല്ലേ ഈ റിപ്പോർട്ട് ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഈ കമ്മിറ്റിയുടെ, അതായത് ഒരുപക്ഷെ താങ്കൾക്ക് ഇതിനെപ്പറ്റി പൂർണ്ണമായ ധാരണയുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്ഭുതമില്ലാതെ ഈ ചിരിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ പേജിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ആദ്യത്തെ പേജിൽ പറയുന്നുണ്ട്, ഉപ്പ് പോലും കണ്ടാൽ പഞ്ചസാരയാണെന്ന് തോന്നും, തിളങ്ങുന്നതെല്ലാം നക്ഷത്രങ്ങളല്ല, താരങ്ങളല്ല എന്ന്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത്. അത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉടനെ ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല. സോ ഐ റിക്വസ്റ്റ് യു, ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കും. ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഞങ്ങൾ വന്ന് പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇനി വരുന്ന തലമുറ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാണ് WCC ഇതിന് ഇത്രയും എഫേർട്ട് എടുത്തത്. ഒരു കാര്യം കൂടി, ഇപ്പം താങ്കൾ പറഞ്ഞു നിങ്ങളുടെ അടക്കമുള്ള പോരാട്ടമാണ്, WCCയുടെ പോരാട്ടമാണ്. ഒരു കാര്യം കൂടി, ഇപ്പം ഇന്നതാ ഇത് 2:30 പുറത്ത് വരുന്നത് വരെ എന്തൊക്കെ കണ്ടു നമ്മൾ, ഏതൊക്കെ തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ആരോഗ്യവും സംരക്ഷിക്കാൻ കുറേ മനുഷ്യർ അങ്ങ് പാടുപെടുകയാണ്, കയ്യിലുള്ള പണവും സംവിധാനങ്ങളും എല്ലാ പൊട്ടൻഷ്യലും ഉപയോഗിച്ച്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് വി വാണ്ടഡ് ദിസ് റിപ്പോർട്ട് ഔട്ട് ബിക്കോസ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ്, ഇവർ എന്തൊക്കെയാണ് കോംപ്രിഹെൻഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും അധികം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ us.